140 MLA-മാരിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ടയാളായിരുന്നു, മാധ്യമങ്ങൾ വേട്ടയാടിയ ആളായിരുന്നു ശ്രീ പി വി അൻവർ. നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ദിവസം കൊണ്ട് ആ പി വി അൻവർ നിങ്ങൾക്ക് വിശുദ്ധനായി മാറുന്നു. പി വി അൻവർ അന്ന് നിങ്ങൾ വേട്ടയാടിയല്ലോ. ആ പി വി അൻവറിന് നിങ്ങൾ ഇന്ന് വലിയ മീഡിയ സ്പേസ് കൊടുക്കുന്നു. അപ്പോൾ ഇത് കേരളത്തിന് വളരെ കൃത്യമായ ഒരു ദൃഷ്ടാന്തമാണ്, ഉദാഹരണമാണ്. പി വി അൻവർ പറയുന്നത് പാർട്ടിക്കാണ് കൊള്ളുന്നതെന്നും പി വി അൻവർ പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കല്ലെറിയുന്നതിന് എതിരാളികളുടെ കയ്യിലെ ആയുധമാണ് എന്നതും വ്യക്തമാക്കുന്നതാണ് മാധ്യമങ്ങൾ കൊടുക്കുന്ന കവറേജ്. ഇത് ബഹുമാനപ്പെട്ട പി വി അൻവർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതിന് മറുപടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെ EMS-നെയും പി വി അൻവറിനെയും ഒരേപോലെ കാണേണ്ടത് ഒരിക്കലും കാണാൻ പാടില്ല. ചോദ്യം വളരെ വ്യക്തമാണ്. അത് ചോദ്യം ഞാൻ ആവർത്തിക്കാം. EMS-നെയും പി വി അൻവറിനെയും ഒരുപോലെ കാണാൻ കഴിയുമോ എന്നാണ് താങ്കളുടെ ചോദ്യം. അതിനുത്തരം ഒരിക്കലും പാടില്ല എന്നാണ്. അത് പി വി അൻവർ അങ്ങനെ പറയാനും പാടില്ലായിരുന്നു. EMS-നെയും അൻവറിനെയുമോ, EMS-നെയും എന്നെയുമോ, EMS-നെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എളിയ പ്രവർത്തകനെയോ തമ്മിൽ താരതമ്യപ്പെടുത്താനേ സാധിക്കില്ല. EMS ചരിത്ര പുരുഷനാണ്. അതിൽ രണ്ട് പിശക് ഞാൻ കാണുന്നുണ്ട്. ഒരു പിശക് അങ്ങനെ ഒരു താരതമ്യമേ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമതൊരു പിശക് അതിലൂടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എന്താ പറയുന്നത്, EMS അംഗമായിരുന്ന കോൺഗ്രസും ഇന്നത്തെ കോൺഗ്രസും, അല്ലെങ്കിൽ ശ്രീ പി വി അൻവർ അംഗമായിരുന്ന കോൺഗ്രസും ആധുനിക കോൺഗ്രസും ഒരുപോലെയാണെന്ന് കോൺഗ്രസ് പാർട്ടി പോലും അവകാശപ്പെടില്ല. അത് ചരിത്രവിരുദ്ധാണ്. EMS അംഗമായിരുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാണ്. അതിനുശേഷം സഖാവ് EMS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനായി വന്ന് അരിവാൾ ചുറ്റുകയിൽ മത്സരിച്ച് MLA ആയി സഹയാത്രികനായി നിൽക്കുകയും ജീവിതം മുഴുവൻ സഹയാത്രികനായി മാത്രം തുടരുകയും അരിവാൾ ചുറ്റുക നക്ഷത്രത്തിൽ മത്സരിച്ച് MLA-യും മുഖ്യമന്ത്രിയുമായ ആളല്ല. EMS ദേശീയ പ്രസ്ഥാനത്തിൽ എടുത്തു ചാടി. അതല്ലേ പറഞ്ഞത്, ചരിത്രം പഠിക്കാൻ ചരിത്ര ക്ലാസ് മുറിയിൽ നിന്ന് എനിക്കൊരു ക്ലാസ് നഷ്ടപ്പെട്ടു, പക്ഷേ അവർ നാളെ ചരിത്രം നിർമ്മിക്കും എന്നൊക്കെ പറയുന്ന വലിയ അന്നത്തെ അധ്യാപകർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു. ചരിത്രത്തിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വന്നു. എന്നിട്ടോ മാർക്സിസത്തിൻ്റെ മനസ്സിലാക്കി. ലോകത്തിൽ തന്നെ ആധുനിക മാർക്സിസ ധൈഷണികരിൽ, സൈദ്ധാന്തികരിൽ പകരം വയ്ക്കാനില്ലാത്ത ആളുകളിൽ ഒരാളാണ് സഖാവ് EMS നമ്പൂതിരിപ്പാട്.